Case 4. Suppose that in a factory, chemical A, B, C, അപ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ട്? 3 മെറ്റീരിയൽ ആർ മിക്സഡ് ടു മാനുഫാക്ചർ കെമിക്കൽ ഡി. കെമിക്കൽ ഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ 3 മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കെമിക്കൽ എ, കെമിക്കൽ ബി, കെമിക്കൽ സി. ഓക്കെ. After elaborate discussion with various stakeholders, the following standards for material cost was designated. അതായത് താഴെ പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത്, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ സെറ്റ് ചെയ്തേക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ 100 kg ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത് 100 kg ആണ്. 100 kg ഔട്ട്പുട്ടിന് നമുക്ക് വേണ്ടി വരുന്ന മെറ്റീരിയലിൻ്റെ kgയും പ്രൈസുമാണ് താഴെ തന്നിരിക്കുന്നത്. കെമിക്കൽ എ എന്ന് പറയുന്നതിന് 30 kgക്ക് ഓരോ kgക്കും 4 രൂപ വെച്ച്. കെമിക്കൽ ബി 40 kg ഓരോ kgക്കും 5 രൂപ വെച്ച്. കെമിക്കൽ സി 80 kg 6 രൂപ വെച്ച്. അതായത് 100 kg ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കെമിക്കൽ എയും ബിയും സിയും അതിൻ്റെ പ്രൈസുമാണ് നമുക്ക് സ്റ്റാൻഡേർഡിൽ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലിലേക്ക് പോകാം. ഫോർ എ പർട്ടിക്കുലർ പീരീഡ് 500 kg ഓഫ് കെമിക്കൽ ഡി വാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ മിക്സ് ഓഫ്. അപ്പം നമ്മുടെ ആക്ച്വലിൽ നമ്മൾ 500 kg പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 500 kg പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കെമിക്കൽ എ 140 kg നമുക്ക് ആവശ്യമായിട്ട് വന്നു. 140 kgക്ക് വരുന്ന പ്രൈസ് എത്രയാണ്? 588 രൂപ. കെമിക്കൽ ബി 220 kg യൂസ് ചെയ്തു, 1056 രൂപയാണ് റേറ്റ് വന്നത്. കെമിക്കൽ സി 440 kg യൂസ് ചെയ്തു, 2860 രൂപയാണ് നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ ടു yield മിക്സ് ആൻഡ് price of factories contribute to the variance in the actual cost per 100 kg. അപ്പോൾ നമുക്ക് ആക്ച്വലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 kg ആണ്. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ആക്ച്വലും സ്റ്റാൻഡേർഡും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലിൽ നമ്മൾ 500 kg പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡിൽ വേണം നമ്മളത് കമ്പയർ ചെയ്യാൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 100 kg ആണ്. അപ്പം ആക്ച്വലിനെയും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വലിൽ 500 kg ആണെങ്കിൽ സ്റ്റാൻഡേർഡിൽ 100 kg ആണ്. അപ്പോൾ 500നെ നമ്മൾ 100ൽ വെച്ച് കമ്പയർ ചെയ്യാണ്. അപ്പോൾ 500ൻ്റെ കോസ്റ്റ് വരുന്നതും മെറ്റീരിയൽ kg ആണെങ്കിലും അതെല്ലാം നമ്മൾ 100ലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫോർമുല അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. നമ്മളിവിടെ ടേബിൾ വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുമുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് എഴുതാം. ഇത് എ മെറ്റീരിയൽ, ഇത് ബി, ഇത് സി. ഓക്കെ, എ എന്ന് പറയുന്ന കെമിക്കൽ കമ്പൗണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് 4 kg ആണ്. 4 ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണോ? 30. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എല്ലായിടത്തും നമുക്ക് എഴുതാമല്ലോ. 4. ബിക്ക് എത്രയാണ്? 5. 5 ഇൻറ്റു 40. 5 ഇൻറ്റു 5 ഇൻറ്റു സി എന്ന് പറയുന്നതിന് 6 ആണ്. 6 ഇൻറ്റു 80. സ്റ്റാൻഡേർഡ് പ്രൈസ് 6. ഓക്കെ, സ്റ്റാൻഡേർഡിൻ്റെ എല്ലാം എഴുതിയില്ലേ? ഇനി നമ്മൾ എന്താണ് പോകുന്നത്? ആക്ച്വൽ എഴുതണം അല്ലേ? ആക്ച്വൽ നമുക്ക് നേരിട്ട് ഒരു കാര്യം തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ? kg ഇൻറ്റു റേറ്റ് ടോട്ടൽ പ്രൈസ്, അതായത് എ പി ഇൻറ്റു എ ക്യു നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. 588, 1056, 2860. ഓക്കെ, ഒരുമാതിരിപ്പെട്ടതെല്ലാം ഫില്ലായി അല്ലേ? ഇനി നമുക്ക് എ ക്യു കാണണം അല്ലേ? എ ക്യു നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എ 140 kg, ബി 220 kg, സി 440 kg അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിത് എവിടെ എടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളോട് പറയുന്നത് ആക്ച്വലിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ തന്നിരിക്കുന്നത് ഈ 140, 220, 440 എന്ന് പറയുന്നതും 500 kg പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്ന കെമിക്കൽ എയും കെമിക്കൽ ബിയും കെമിക്കൽ സിയും ആണ്. നമ്മൾ ഈ 500നെ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ അത് 100 kg, അതായത് നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 500 kgനെ 100ലോട്ട് മാറ്റണ്ടേ? അപ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് 140 kg ആണ്. 500 kg അല്ലെങ്കിൽ 500 യൂണിറ്റ്
പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വന്നത്, അല്ലേ? 500 kg പ്രൊഡ്യൂസ് ചെയ്യാൻ 140 കെമിക്കൽ എ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. 100 kg പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര kg ആവശ്യമായി? 28, അല്ലേ? ബി 220 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 44. സി 440 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500 ഇൻറ്റു 100 ഇസിക്കൽ 88. ഇങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്തെഴുതാമല്ലോ. എക്ക് എത്ര വരുന്നത്? 28, 44, 88. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി, അല്ലേ? ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ? RSQയും കൂടെ കിട്ടാനായിട്ടുണ്ട്. RSQ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ, അല്ലേ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? എത്രയാണ്? 140 പ്ലസ് 220 പ്ലസ് 440, അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 500 kg ഔട്ട്പുട്ടിൻ്റെയാണ്. നമ്മളിതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 100 kg ആണ്. അപ്പം ഈ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ 500-ൽ നിന്ന് 100 kgയിലേക്ക് മാറ്റണ്ടേ? അപ്പോൾ അത് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് 40-ഉം 220-ഉം 440-ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 800 കിട്ടും. ഈ 800 എന്ന് പറയുന്നത് 500 kgക്കല്ലേ? 500 kg. ഇതിനെ 100-ലോട്ട് മാറ്റണ്ടേ? 100 kgയിലോട്ട് മാറ്റുമ്പോൾ എത്ര കിട്ടും? 160. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇവിടെ നമ്മളൊരു കൂട്ടം കണ്ടായിരുന്നു, അല്ലേ? 28 പ്ലസ് 44 പ്ലസ് 88. നമ്മൾ മുമ്പ് ചെയ്തതും ഇത് തന്നെയാണ്, കണ്ടോ? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഏത് ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ 100 kgയിലോട്ട് പോയായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 28, 44, 88 എന്ന് കിട്ടി. അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 160. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ RSQ നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇങ്ങനെയാണെങ്കിലും ആക്ച്വൽ ക്വാണ്ടിറ്റി എല്ലാം കൂടെ കൂട്ടിയിട്ട് 500 kg കൊണ്ട് ഹരിച്ചിട്ട് 100 kgയിലോട്ട് അത് മാറ്റുമ്പോഴും നമുക്ക് 160 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. നമുക്ക് RSQ ഓഫ് എ കാണണം. എ ഇസിക്കൽ ടു എത്രയാണ് വരുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് റേഷ്യോ 160 എന്ന് പറയുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ആയി. സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്കറിയാലോ. സ്റ്റാൻഡേർഡ് റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ തന്നിട്ടുണ്ട്. നോക്ക്, 30, 40, 80, അല്ലേ? അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 150 വരും. നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് 150 എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇവിടോട്ട് എഴുതി കാണിക്കാം. 30 ഈസ് 40 ഈസ് 80. ഇത് അപ്പോൾ എങ്ങനെ വരും? 30 ഡിവൈഡഡ് ബൈ 150, 40 ഡിവൈഡഡ് ബൈ 150, 80 ഡിവൈഡഡ് ബൈ 150. ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. ഇനി ബി കണ്ടുപിടിക്കണം. ബി ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 150. സി ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 180. എയുടെ RSQ 32, 42.666. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 85.333 അതും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് RSQ കിട്ടിയിട്ടുണ്ട്. നമുക്കത് എടുത്തെഴുതാം. 333 അതങ്ങനെ പോവുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈൽഡിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 1 മൈനസ് 2. 1 and 2 അറിയാലോ, അല്ലേ? 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ 800 മൈനസ് 853.332. ഇനി അടുത്ത എന്താണ്? ഈൽഡ് കഴിഞ്ഞ് എന്താണ്? മിക്സ് വേരിയൻസ് ഇസിക്കൽ ടു 2 മൈനസ് 3. 2 എത്രയാണ്? 853.332
മൈനസ് 3 860 രൂപ. ഇനി മൂന്നാമത്തെ എന്താണ്? യൂസേജ് വേരിയൻസിൻ്റെ ഇക്വേഷൻ 1 മൈനസ് 3 800 മൈനസ് 860. അടുത്തത് പ്രൈസ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 3 മൈനസ് 4, ഇവിടെയും കൂടെ ഒരു വട്ടം എടുക്കാം. 3 മൈനസ് 4 ഈസ് ഈക്വൽ ടു 3 എത്രയാണ്? 860 മൈനസ് 4 എത്രയാണ്? 4504. ഓ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ AP ഇൻറ്റു AQ എടുത്തായിരുന്നല്ലോ. AP ഇൻറ്റു AQ ഈ 580, 1056, 2860 ഇതൊക്കെയെന്ന് പറയുന്നത് എത്ര കെ ജിക്കാണ്? 500 എന്ന് പറയുന്ന കെ ജിക്കാണ് അല്ലേ? 500 കെ ജിക്കല്ലേ പോയേക്കുന്നത്? 500 കെ ജിക്കാണ്. ഇതിനെ നമ്മൾ 100 കെ ജിയിലോട്ട് മാറ്റണ്ടേ? നമ്മുടെ സ്റ്റാൻഡേർഡിലോട്ട്, ആക്ച്വലിനെ നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റണ്ടേ? നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ AQ കണ്ടുപിടിക്കണം. AQ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 588 ഏടെയാണ് 588 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 117.6. അപ്പോൾ നമുക്കിത് തൂക്കാം. അപ്പോൾ ഇതെല്ലാം തെറ്റല്ലേ? എഴുതിയേക്കുന്നതൊക്കെ തെറ്റല്ലേ? ബി കണ്ടുപിടിക്കണ്ടേ? P = 1056 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 എത്ര വരും? 211.2. ഇനി സിക്ക് എത്രയാ? 440 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 88. അപ്പോൾ ഇതിൻ്റെ ടോട്ടലും തെറ്റല്ലേ? ടോട്ടലും നമുക്ക് കണ്ടുപിടിക്കണം. 117.6 പ്ലസ് 211.2 പ്ലസ് 88 എന്ന് പറയുന്നത് 416.8. ഓക്കെ, മനസ്സിലായല്ലോ? മൈനസ് 416.8. ഇനി അഞ്ചാമത്തെ എന്താണ്? കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് 1 മൈനസ് 4 ആണ്. 800 മൈനസ് 4 എത്രയാണ്? 416.8. അപ്പോൾ ഇതെല്ലാം കുറച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ, 53.332 എന്ന് കിട്ടും. ഇത് നമുക്ക് ഫേവറബിൾ ആണോ? അല്ല, അഡ്വേഴ്സ് ആണ്. എ. അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിലെ ആൻസറും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കേ. 53.33. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കറക്റ്റാണ്. 6.668 അല്ലേ? ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് നെഗറ്റീവ് ഫിഗർ ആണ്. നമുക്ക് എന്താണത്? അഡ്വേഴ്സ് ആണ്, ഫേവറബിൾ അല്ല, അഡ്വേഴ്സ് ആണ്. എത്ര രൂപ ഡിഫറൻസ് വരുന്നുണ്ട്? 60. ഇത് അഡ്വേഴ്സ് ആണോ അതോ ഫേവറബിൾ ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? ഇതെന്താണ്? അഡ്വേഴ്സ് ആണ്. നമുക്കിത് ഫേവറബിൾ അല്ല. ഓക്കെ, ടെക്സ്റ്റിലെ ആൻസർ തന്നെയാണ്. പ്രൈസിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നത്? എത്ര ഉത്തരം? 443.2. ഇത് നമുക്ക് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഇത് നമുക്ക് ഫേവറബിൾ ആണ് അല്ലേ? നമുക്ക് പോസിറ്റീവ് ഫിഗറല്ലേ വന്നേക്കുന്നത്, നമുക്കിത് ഫേവറബിൾ ആണ്. നമുക്ക് ഇടയ്ക്കൊരു മിസ്റ്റേക്കും കൂടെ വന്നിട്ടുണ്ട്. സിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഈ 88 നമുക്ക് AP ഇൻറ്റു AQ എന്ന് പറയുന്നത് സിയുടെ വരുന്നത്. ഇവിടെ 88 എന്ന് പറയുന്നത് ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് എഴുതിയത്. നമുക്ക് 88 പകരം എത്ര റേറ്റ് അപ്പോൾ വരേണ്ടത്? സിയുടെ റേറ്റ് എന്ന് പറയുന്നത് 2860 രൂപയാണ്. അത് എത്ര കെ ജിക്കാണ്? 500 കെ ജിക്കാണ്. അങ്ങനെയാണെങ്കിൽ 100 കെ ജിക്ക് എത്ര? 572. അപ്പോൾ ഇവിടുത്തെ ടോട്ടലും തെറ്റല്ലേ വന്നേക്കുന്നത്? അപ്പോൾ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 9000.8 എന്നാണ്. അപ്പോൾ പ്രൈസ് വേരിയൻസ് 3 മൈനസ് 4 860 മൈനസ് 900.8. എത്ര രൂപയാണ് ഡിഫറൻസ് വരുന്നത്? 40.8 അല്ലേ? അപ്പോൾ ഇതെന്താണ്? അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? നമുക്ക് അഡ്വേഴ്സ് ആണ്. നമുക്കിത് ബെനിഫിറ്റ് ഒന്നുമില്ല. ഓക്കെ, അടുത്തത് 5 കോസ്റ്റ് 1 മൈനസ് 4 ആണ്. 800 മൈനസ് 4 900.8 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 100.8 വരും. 8. ഇതെന്താണ് നമുക്ക്? ഇതും അഡ്വേഴ്സ് ആണ്, ഫേവറബിൾ അല്ല. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇടയ്ക്ക് കുറച്ച് തെറ്റ് വന്നു, 1-2 നമുക്ക് തെറ്റിപ്പോയി.
അപ്പം ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ഇത്. നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിന് മുന്നേ നമ്മൾ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇടയ്ക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. അടുത്ത ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അത് മാറ്റാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ രീതിയിൽ അടുക്കി വെക്കുന്നത് പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഗുഡ് അല്ലെങ്കിൽ കൊള്ളാം എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഓക്കെ, കൂടുതൽ വീഡിയോസ് അപ്പം കിട്ടാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.